ഇന്നുണ്ടല്ലോ സിമ്പിളായിട്ടാണ് നമ്മൾ ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അവനോ ബീറ്ററോ ഒന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഞാനിന്ന് ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ റെസിപ്പിയിലേക്ക്. 1/4 കപ്പ് പഞ്ചസാര, പട്ട, ഗ്രാമ്പു, ജാതിപത്രി ഇത്രയും ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും 1 കപ്പ് ഈന്തപ്പഴം നുറുക്കിയെടുത്തതും മാറ്റി വയ്ക്കുന്നുണ്ട്. 2 കപ്പ് മൈദ, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 സ്പൂണിനടുത്ത് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതും മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വീണ്ടും ഒരു 1/4 കപ്പ് പഞ്ചസാര നന്നായിട്ടൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം. ഈ ഒരു കളറിൽ കിട്ടണേ. ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ഡേറ്റ്സും ചേർത്ത് നന്നായിട്ട് ഈ ഒരു പരുവത്തിൽ വറ്റിച്ചെടുക്കാം. ഇതിനി തണുക്കാനായിട്ട് നമുക്കൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റാം. ഇനി മിക്സിയുടെ ജാറിൽ നമുക്കൊരു 4 മുട്ട, 1 സ്പൂൺ വാനില എസൻസ് ചേർത്ത് ഇതിൻ്റെ കളറൊന്ന് മാറിയതാ ഈ ഒരു കളറിലാകുന്ന പോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് വീണ്ടും 1 മിനിറ്റ് നേരം തന്നെ നന്നായിട്ട് അടിച്ചെടുക്കാം. ഇനി സൺഫ്ലവർ ഓയിലൂടെ ചേർത്ത് 1 മിനിറ്റ് നേരം കൂടെ അടിച്ചെടുത്ത ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഡേറ്റ്സ് കൂട്ടില്ലേ, ആ കൂട്ടിൽ ചേർത്ത് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുത്തോളൂ. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഏറ്റവും അവസാനം നമ്മളൊരു 1/4 കപ്പ് നട്ട്സ് കൂടെ ചേർക്കുന്നുണ്ട്. ആ നട്ട്സ് ഏറ്റവും അവസാനം വരുന്ന ആ കുറച്ച് പൗഡറില്ലേ, അതിലൊന്ന് മിക്സ് ചെയ്ത ശേഷം ചേർത്ത് കൊടുത്തോളൂ. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ സ്റ്റൗ ടോപ്പിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. സ്റ്റൗ ടോപ്പിൽ ഒരു ഓവൻ സെറ്റപ്പ് റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ലോങ് വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യുന്നവർ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ചെയ്യണേ. സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്യാനായിട്ട് ഒരു തവ നമുക്ക് വെച്ച് കൊടുക്കാം. ആ തവയുടെ മുകളിൽ ഇതുപോലൊരു സെറ്റപ്പാണ് വേണ്ടത്. ആ വാവട്ടമുള്ള പാത്രത്തിനകത്ത് ഇതുപോലൊരു റിങ് ഇറക്കി വെക്കണം. അതിൻ്റെ മുകളിൽ വേണം നമ്മുടെ കേക്ക് ടിൻ വെക്കാൻ. മുകൾ ഭാഗം മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഒരു പാത്രം വെച്ച് അടച്ചും വെക്കുക. ആദ്യത്തെ ഒരു 3 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിലിട്ട ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. 1 മണിക്കൂറിൽ മുകളിലെടുക്കും കേട്ടോ നമുക്ക് ഈ കേക്ക് ബേക്കായി കിട്ടും. നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളുടെ കട്ടിയും അതുപോലെ ഫ്ലെയിമിനൊക്കെ അനുസരിച്ച് ഈ ടൈമിൽ നല്ല വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുമേ. കേക്ക് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവനും ബീറ്ററൊന്നും ഇല്ലാത്തവർ ഇത്തവണ ഇതുപോലെ കേക്ക് ഉണ്ടാക്കി നോക്കുക. ഫീഡ്ബാക്ക് പറയാൻ മറക്കണ്ട.